അളിയ പറടാ. നീ നാളെയല്ലേ ഡാൻസിന്റെ ഡ്രസ്സിന്റെ അഡ്വാൻസ് കൊടുക്കാന്ന് പറഞ്ഞേ? നാളെയാണോ? എടാ നാളെയെന്ന്. എന്താ ചെയ്യാ? എൻ്റെ പേഴ്സ് എനിക്ക് എപ്പോഴേ തോന്നി നീ മറന്നാണോന്ന്. അതാ ഇന്ന് തന്നെ ഒന്ന് വിളിച്ചേ. പൊണ്ടോടെ വെച്ചേക്കണേ. ഹലോ കോപ്പ്. എടാ നീ കേൾക്കുന്നുണ്ടാ? ഉണ്ടെങ്കിൽ പറ. ഇവനെ കൊണ്ട് 20 ഉള്ളോ? ദൈവമേ, ഇത്രയും പൈസക്ക് ഞാനിപ്പോൾ എവിടെ പോവും? ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തും പിടി കിട്ടി. അളിയ, വൈകുന്നേരം വരത്തേക്ക് എൻ്റെ ഫണ്ട് നീ മറിക്കുമല്ലോ അല്ലേ? അല്ലേ? ഹലോ ഹലോ, എടാ കേൾക്കാമോ? കേൾക്കാം, പക്ഷേ നിന്റെ ചോദ്യം മറുപടി അർഹിക്കുന്നില്ല. മറുപടി അർഹിക്കുന്നൊരു ചോദ്യം എൻ്റെ കയ്യിലുണ്ട്. നീ ആദ്യം ഫണ്ടും കൊണ്ട് വേടാ, എന്നിട്ട് ചോദിക്കും. മോളെ കുളിക്കുവാണോ? എന്താച്ചാ? പൈസ അച്ഛൻ മേശപ്പുറത്ത് നോക്കുന്നുണ്ടേ. ഫീസ് അടക്കാൻ ഡേറ്റ് ആയല്ലോ അല്ലേ? അച്ഛൻ ലാസ്റ്റ് ഡേറ്റ് വെള്ളിയാഴ്ചയാണ്. അന്ന് വന്നാ മതിയായിരുന്നല്ലോ. അത് കുഴപ്പമില്ല, എന്നാണെങ്കിലും അടക്കണ്ടല്ലേ. എന്തായാലും പൈസ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഓക്കേ അച്ഛാ. ഇത് തികയില്ലോ. ഇവളുടെ ബാഗിൽ എന്തായാലും പൈസ ഉണ്ടാവും. അയ്യോ, എന്താ ഇങ്ങനെ ഇരിക്കണേ? എന്നിട്ട് നീ അവളോട് ചോദിച്ചാ? എടാ, എന്നിട്ട് നീ അവളോട് ചോദിച്ചോന്ന്? ഇല്ല. എടാ, ഇത് അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയെന്ന് കരുതി നീ വിചാരിക്കുന്ന തന്നെ ആവണം സത്യം എന്നുണ്ടോ? എടാ ഉണ്ടോന്ന്? എടാ അല്ലായിരിക്കും, പക്ഷെ അന്നേരത്തെ അവളുടെ റെസ്പോൺസ് അതാണ് എനിക്ക്. നിന്റെ ഇവിടെ ചെയ്യുന്നത്? നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാതെ ഈ റൂമിൽ കയറരുതെന്നും എന്റെ പേഴ്സണൽ സാധനങ്ങൾ എടുക്കാൻ നിൽക്കരുതെന്നും. നിനക്കെന്താ പറഞ്ഞോ മനസ്സിലാവില്ലേ? താങ്ങോട്ടു. ഞാൻ സോറി. എൻ്റെ അന്നേരത്തെ അവസ്ഥ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നിന്റെ പെങ്ങളായിരുന്നെങ്കിൽ നീ ചോദിക്കുമോ? എടാ കോപ്പ, ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയരുത്. നിന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പെങ്ങളാടാ. എടാ നീ കൂടുതൽ ആലോചിച്ച് വെറുതെ കാട് കയറണ്ട. വൈകുന്നേരം ചെല്ലുമ്പോൾ അവളോട് കാര്യം ചോദിച്ചാൽ പോരെ. പിന്നെ നമുക്കറിയാത്ത സ്ഥലത്തൊന്നുമല്ലല്ലോ അവൾ പഠിക്കണേ. ഞാനും ഒന്ന് അന്വേഷിക്കാം. ഹലോ, എടാ നീ മെസ്സേജ് കണ്ടോ? ഞാൻ മെസ്സേജ് കണ്ടു. നിനക്കത് വേറെ എവിടെയും വെച്ചൂടെ? എടാ ഞാൻ ക്ലാസ് കഴിഞ്ഞൊന്നും കുളിക്കാൻ കയറിയതാ. അതിൻ്റെ ഇടയ്ക്ക് അവൻ എൻ്റെ ബാഗ് തപ്പൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി എന്ത് ചെയ്യും? അവൻ നിന്നോടൊന്നും ചോദിച്ചോ? എടാ അവൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ
എനിക്ക് ഇത്രയും പ്രശ്നം വരൂലായിരുന്നു. പക്ഷെ ഇതിപ്പോ എടാ ഞാനിപ്പോ വിളിക്കുന്നുണ്ടേ. ആ ഓക്കെ ശരി. ആ എന്തായി? കോള് കണക്റ്റായില്ലേ? എടാ നിന്നോടാ ചോദിച്ച കോൾ. കോൾ ബിസിയാ. അതിന് ഒന്നുകൂടെ വിളിച്ചു നോക്കിയാ പോരെ. നീ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ ഈ ഓവർ തിങ്കിങ് ആണ് എല്ലാത്തിനും കാരണം. ദേ അവൻ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നീ എന്താ ഇത്ര ലേറ്റ് ആയത്? ചോദിച്ചത് കേട്ടില്ലേ? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താ ഇത്ര ലേറ്റ് ആയത്? അച്ഛൻ എന്താ നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് നിനക്ക് അറിയില്ലേ? ഞാനിവിടെ ഒറ്റയ്ക്കാന്നുള്ള കാര്യം നീ മറന്നോ? നീ ഇപ്പം ഇതിൻ്റെ മുറിയിലേക്ക് കയറുന്നത്? എന്തേ ചക്ക, ചുമ്മാ പിള്ളേരുകൾ കളിക്കല്ലേ കേട്ടോ. പിള്ളേരുകളെയല്ല, ഞാനത്ര കുട്ടിയല്ല. തിരിച്ചറിവും ബോധമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് നിനക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാമോ? എനിക്ക് കുറച്ച് പ്രൈവസി വേണം. നീ ഒന്നും കഴിക്കുന്നില്ലേ? ഒന്ന് പുറത്തേക്ക് പോകാമോ നിനക്ക്? ഇല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. മനസുതാനേ എരികനലുലയായിതാ ചെറുവിരലിതളുകൾ വിട പറയാൻ വെമ്പിയോ. എന്താ പറ്റിയേ? കയ്യറി. എന്നോട് ഇത്ര മാത്രം വെറുപ്പ് കാണിക്കാൻ ഞാൻ നിന്നോട് എന്താ ചെയ്തത്? നിന്നോടാ ചോദിച്ചത്, കാര്യം പറ. നീ ഒന്നും ചെയ്തില്ലേ? ചക്ക, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട കേട്ടോ.
എനിക്ക് അമ്മയില്ലാത്ത ഫീല് ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഒറ്റയ്ക്കാ പോലെ തോന്നുന്നത്. എടാ നീ ഇത് എന്തൊക്കെയാടാ പറയുന്നേ? എടി നിനക്കൊരു തരി പോലും കുറ്റം തോന്നണല്ലേ? എന്തിന്? പറഞ്ഞു. നീ വീട്ടിലെത്തിയോ? ആ എത്തി. എത്ര നേരായിട്ട് നിന്നെ വിളിക്കണയാ? എൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നു. എല്ലാത്തിനും എന്റെ മോനൊരു ന്യായമുണ്ടല്ലോ അല്ലേ? എടാ അവളൊന്നും കഴിച്ചിട്ടില്ല. ഇന്നേ തൽക്കാലം കടയിൽ നിന്ന് വാങ്ങും. ആ ശരി. നീയൊന്നും കഴിച്ചില്ലേ? ഇല്ല. എന്താ മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കടയിൽ പോയി മേടിച്ചിട്ട് വരാം. എനിക്കൊന്നും വേണ്ട, എൻ്റെ വയററിഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട. എടി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. നീ എന്തിനിപ്പോ ഇത്ര ദേഷ്യപ്പെടുന്നത്? എടാ അച്ഛൻ പോയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ പോയി കറണ്ടാ. നീ പറഞ്ഞ കുറച്ച് മുമ്പ് കറണ്ട് വന്നതു. ഈ വീട്ടിലാണെങ്കിൽ ഒരു മെഴുകുതിരി പോലും ഇല്ല. നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? എടാ എന്താ നിന്റെ പ്രശ്നം? എന്റെ ബാഗിൽ ആ സാധനം കണ്ടതാണോ നിനക്ക് ഇത്ര പ്രശ്നമായത്? നീ എന്താ ഈ നോർമലൈസ് ചെയ്യാൻ നോക്കുന്നേ? എടാ ഞാൻ നോർമലൈസ് ചെയ്യുന്നതല്ല. ഒരു കത്ത് കിട്ടിയതിന് നീ ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കത്തോ? എന്റെ ബാഗിലിപ്പോ ആ കത്ത് കണ്ടതാണോ നിനക്ക് പ്രശ്നമായത്? എടാ ഞാൻ പലവട്ടം പറഞ്ഞതാ. ഹലോ പറ. എടാ നീ കിടന്നായിരുന്നോ? നീ വിളിച്ച കാര്യം പറ. എടാ നീ അവളുടെ അടുത്തിട്ട് ഒന്ന് മാറിയെന്നേ. പിന്നെ അവളോടൊന്നും ചോദിച്ചില്ലല്ലോ അല്ലേ? നീ എന്തിനാ വിളിച്ചെന്ന് പറ. നിനക്കൊരു അരുണിനെ ഓർമ്മയുണ്ടോ? ഏതരുൺ? എടാ കഴിഞ്ഞ ഉത്സവത്തിന് നമ്മൾ ഒരുത്തനുമായിട്ട് ഏണി പിടിച്ചില്ലേ? ആ അരുൺ. ആ അവനാണെ അമ്മൂൻ്റെ കോളേജിലാ. ഞാൻ ഇന്ന് അറിഞ്ഞ്. അവൻ ഇന്ന് കോളേജ് വെച്ചിട്ട് അമ്മൂനോടൊന്ന് അനാവശ്യം പറഞ്ഞ് അവളാണെ ചെവള ഒട്ടിച്ചോർണം കൊടുക്കുകയും ചെയ്തു. ആ ഭാഷയ്ക്ക് അവനൊപ്പിച്ച പണിയത്. നീ എങ്ങനെ അറിഞ്ഞേ? എടാ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അടിക്കമ്പനിയാ. അവനിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അവൻ പറഞ്ഞതാ. അത് ബാഗിലുണ്ടെന്ന് നിന്റെ തന്തപ്പടിയെ വിളിച്ച് പറയാനായിരുന്നു അവൻ്റെ പ്ലാൻ. പിന്നെ നിന്റെ കിട്ടുന്നവൻ വിചാരിച്ചു കാണത്തില്ല. ഏതായാലും നീ അവളോടൊന്ന് ചോദിക്കാൻ പോകണ്ട. നീ ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. അച്ഛനാണോ? അല്ല, അജു വിളിച്ചതാ. നീ കത്തിൻ്റെ കാര്യം എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. എടാ അവനൊരു മണ്ടനാ. ഞാനിതൊരു രസമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ലെറ്റർ വാങ്ങിച്ച് ബാഗിൽ വെച്ചെന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചോ നീ അത് കണ്ട് ഇത്ര പ്രശ്നമാക്കുന്നു. എടാ ഞാൻ പറഞ്ഞത് സത്യാ. നമ്മുടെ അവസ്ഥയ്ക്ക് എനിക്ക് അറിയാലോ. നിന്നോട് പറയാത്ത എന്തേലും ഉണ്ടോ എൻ്റെ ലൈഫിൽ? ഇപ്പോൾ ഞാൻ കത്ത് കണ്ടതാണോ പ്രശ്നം, അവൻ കത്ത് തന്നാണോ പ്രശ്നം? രണ്ടും. കഴിക്കാനെന്താ വേണ്ടേ? ഞാൻ കടയിലേക്ക് പോകും. വേണ്ട, ഇനിയിപ്പോ ഇത്രയും സമയമായില്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. എന്നാലേ മുട്ടയുണ്ട്, ദോശ ഉണ്ടാക്കി തരാം. ഉം. വാ.